പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സമയമാണ് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് പ്രധാനമായിട്ടും അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയാം? നമ്മളെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെപ്പറ്റിയും നമ്മളെ തെറ്റ് പൊറുക്കാൻ വേണ്ടിയും നമുക്ക് ഈ ദുനിയാവിലും ആ ദുനിയാവിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് പ്രാർത്ഥന. ആ പ്രാർത്ഥന കാരണം ആ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിൽ അധികം ആൾക്കാർക്കും പല ബിസിനസ്സും കാര്യങ്ങളെല്ലാമായിരിക്കും. എന്നാലും ഈ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലോകവും ശരീരത്തിലുള്ള എല്ലാ രോഗവും മാറും. ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൽ അഫ്വ, പടച്ചവനെ എൻ്റെ എല്ലാ തെറ്റും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റും അല്ലാഹുവേ നീ പുറത്തു തരണേ. വൽ ആഫിയത്ത, പടച്ചവനെ എൻ്റെ ശരീരത്തിൻ്റെ മുടി മുതൽ വിരൽ വരെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ നിനക്കറിയുന്നതാണ് അല്ലാഹുവേ. അതുകൊണ്ട് എൻ്റെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ആഫിയത്ത് നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത ഫിദ് ദുനിയ, പടച്ചവനെ ഈ ദുനിയാവിൽ എനിക്ക് എല്ലാ ഖൈറും അള്ളാഹു എന്തെല്ലാം ഖൈറ് വിധിച്ചിട്ടുണ്ടോ അതിലെല്ലാം നീ എനിക്ക് ബർക്കത്ത് നൽകണേ. വൽ ആഖിറ, പടച്ചവനെ ആഖിറത്തിലെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയാവുള്ളൂ എൻ്റെത്. അവിടെ നീ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. അതായത് ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും ആ ആഖിറത്തിലും നീ എനിക്ക് നല്ലത് നൽകണേ എന്നാണ് ഈ ചെറിയ പ്രാർത്ഥനയുടെ വിശാലമായ അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പ്രാർത്ഥന നമ്മൾ മിസ്സാക്കുകയില്ല. 5 നേരത്തെ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ, പ്രത്യേകിച്ച് ബാങ്കിൻ്റെ ശേഷം ഇഖാമത്ത് വരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഉൾപ്പെടുത്താം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത്ത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്നും പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത്ത ഫിദ്ദുനിയ വൽ ആഖിറ, ഷോർട്ടായിട്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ആരും മിസ്സാക്കരുത്. കുടുംബത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ പ്രാർത്ഥന എത്തിക്കുക. ഭാര്യമാർക്കും സഹോദരിമാർക്കും ഉമ്മമാർക്കും എല്ലാം എത്തിച്ച് അവരെല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ. നമുക്ക് രണ്ട് ലോകത്തും വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ മാരകമായ രോഗത്തിൽ കിടന്നുപോയിട്ട് മരിച്ചു പോവുകയില്ല. മാരകമായ രോഗത്തിൽ കിടന്ന് മരിച്ചു പോവുകയില്ല. രണ്ടാമത്തത്, അവന് കുടുങ്ങിപ്പോകുന്ന ഒരു തെറ്റിലേക്ക് ഒരിക്കലും അവൻ പോവില്ല. കുടുങ്ങിപ്പോകുന്ന തെറ്റുണ്ടാവുമല്ലോ, ജയിലിലായി പോകുന്ന, അങ്ങനത്തെ തെറ്റിലേക്ക് ഒരിക്കലും പോവുകയില്ല. മൂന്നാമത്തെ, ദമ്മാടികളായ ചങ്ങാതിമാരുമായി ഒരിക്കലും കൂടുകയില്ല. നാലാമത്തത്, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ കൂടെ അവൻ്റെ ഭക്ഷണം അല്ലാഹു എത്തിച്ചു കൊടുക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും അവനക്ക് വരികയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും മനഃപ്പാടമാക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത ഫിദ്ദുനിയ വൽ ആഖിറ. അസ്സലാമു അലൈക്കും.